പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോറപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. എന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത്, വലിയ നോമ്പിൽ വിശുദ്ധ മാമോദീസ നടത്താമോ എന്ന വിഷയത്തെ പറ്റിയാണ്. പലരുടെയും ധാരണ വലിയ നോമ്പിൽ മാമോദീസ മുക്കാം. ചിലർ പറയുന്നത് പാതി നോമ്പ് വരെ മാമോദീസ മുക്കാം. ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങളാണ്. മാമോദീസ നോമ്പിൽ എന്നല്ല, എപ്പോൾ വേണമെങ്കിലും നടത്താം. ഇപ്പം മാമോദീസ മുങ്ങേണ്ട ആള് അല്ലെങ്കിൽ ഒരു കുട്ടി രോഗിയായിട്ട് അത്യാസന്റെ നിലയിലാണെങ്കിൽ വീട്ടിൽ ചെന്ന് മാമോദീസ നടത്തണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അച്ഛന്മാർ വീട്ടിൽ പോകണം, വിശുദ്ധ മോറോനെ കൊണ്ടുപോകാം, അതിനും തടസ്സമില്ല. ആ ദുഃഖവെള്ളിയാഴ്ച ആയാൽ പോലും ആ കുട്ടി അത്യാസന്റെ നിലയിലാണെങ്കിൽ മാമോദീസ മുക്കി കൊടുക്കണം, മോറോനും ഉപയോഗിക്കണം. കുർബാനയ്ക്ക് കൊടുക്കാൻ സാധ്യമല്ലല്ലോ പള്ളിയിൽ വരാതെ. അപ്പോ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ നോമ്പ് കാലം നമ്മുടെ കർത്താവിൻ്റെ നോമ്പിൻ്റെ കാലമാണ്. ഇതിനെപ്പറ്റി പിതാക്കന്മാരെന്താ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അഭിവന്ദനായ യോഹാനൻ മോർ സേവ്യറൂസ് തിരുമേനി ശുശ്രൂഷ സംവിധാനം എന്ന തൻ്റെ പുസ്തകത്തിൽ 120 പേജിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഉയർപ്പ് പെരുന്നാളിന് മുമ്പ് നോമ്പിൽ മാമോദീസ മുങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുങ്ങുന്ന കാലമായിരുന്നു, ഒരുക്കത്തിൻ്റെ കാലമാണ്. ഉയർപ്പ് പെരുന്നാളിന് മുമ്പ് എന്ന് പറയുമ്പോൾ വലിയ നോമ്പിൽ നിന്നർത്ഥം. ഉയർപ്പ് പെരുന്നാളിന് മുമ്പുള്ള നോമ്പ് ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ വലിയ നോമ്പെന്നല്ലേ അതിൻ്റെ അർത്ഥം. അവിടെ ജാതികളായിട്ടുള്ളവരോ യഹൂദന്മാരായിട്ടുള്ളവരോ വരുമ്പോൾ അവരെ നോമ്പ് ദിവസങ്ങളിൽ മുക്കില്ല, അവരെ പഠിപ്പിക്കണം. വിശ്വാസം പഠിച്ചിട്ട് വേണം മാമോദീസ മുക്കുവാനായിട്ട്. പാള ദിവസങ്ങളിൽ, നോമ്പിൻ്റെ വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിൽ സാധാരണയായിട്ട് മാമോദീസ നടത്താറില്ല. ഇതിൻ്റെ കാരണം ഇതാണ്, മാമോദീസയ്ക്ക് ഒരുങ്ങുന്ന സമയം ഒരു കാരണം. അപ്പോൾ കുട്ടികളുടെ കാര്യമോ, ക്രിസ്ത്യാനികളായ കുട്ടികളുടെ കാര്യമോ അവരെയും സാധാരണ മുക്കാറില്ല. ഈ മാമോദീസ ഉയർപ്പ് പെരുന്നാളിനാണ് സാധാരണ നോമ്പ് പിടിച്ചാൽ നടത്താറ് പതിവ്. അതിന് ചില എക്സെപ്ഷൻ ഉണ്ട്, അത് ഞാൻ അവസാനം പറയാം. അങ്ങനെ സഭ ചെയ്യാറില്ല. അപ്പോസ്തലിക കാലം മുതലുള്ള പാരമ്പര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉയർപ്പ് പെരുന്നാളിന് മാമോദീസ മുങ്ങി, അല്ലെങ്കിൽ ആ ആഴ്ചയിൽ മാമോദീസ മുങ്ങി, അടുത്ത ഞായറാഴ്ച, തൊട്ടടുത്ത ഞായറാഴ്ച ഒരു പള്ളിയിൽ പോകും. അതിനാണ് പുതു ഞായറാഴ്ച എന്ന് പറയുന്നത്. മാമോദീസ മുങ്ങിയിട്ടുള്ള ആളുകൾ, കുട്ടികളായാലും വലിയവരായാലും, ജാതികളായാലും യഹൂദന്മാരായാലും ക്രിസ്ത്യാനികളായാലും ക്രിസ്ത്യാനികളുടെ മക്കളായാലും പുതു ഞായറാഴ്ച പള്ളിയിൽ പോകണം. മാമോദീസ മുങ്ങിയതിന് ശേഷം ആദ്യം വരുന്ന ഞായറാഴ്ചയാണ് പുതു ഞായറാഴ്ച എന്ന പേര് തന്നെ വരാൻ കാരണം. ആ പേര് ഇന്നും നിലനിൽക്കാല്ലേ, അപ്പോസ്തല കാലം മുതലുള്ള പേര് ഇന്നും നിലനിൽക്കാണ്. അപ്പോൾ നോമ്പിൽ ഒരാൾ മാമോദീസ മുക്കിയാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ മാമോദീസ മുക്കിയാൽ, നോമ്പിൻ്റെ ഞായറാഴ്ചകളിലൊക്കെ പള്ളി പോകാമല്ലേ, ശനിയാഴ്ചകളിൽ പള്ളി പോകാമല്ലേ, കുർബാനയുള്ള ദിവസങ്ങളല്ലേ. അതിൻ്റെ അർത്ഥം അങ്ങനെ മുക്കിയിരുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പുതിയ ഞായറാഴ്ച പേര് വരാൻ തന്നെ കാരണം. അല്ലാണ്ട് കുറച്ചു പേർക്ക് വേണ്ടി മാത്രം പുതിയ ഞായറാഴ്ച ആക്കിയതല്ലത്.
അപ്പം ആ കാരണം കൊണ്ട് തന്നെ ഈ നോമ്പ് ദിവസങ്ങളിൽ, വലിയ നോമ്പ് ദിവസങ്ങളിലും 3 നോമ്പിൽ പിന്നെ വിശുദ്ധ കുർബാന ഇല്ല. 50 നോമ്പിൽ ശനിയും ഞായറും കുർബാന ഉണ്ടല്ലോ. 3 നോമ്പ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കുർബാനയില്ല. പിന്നെ ബുധനാഴ്ച വൈകിട്ട് 9 മണി നേരത്ത് പ്രാർത്ഥന നടത്തി വിശുദ്ധ കുർബാന ഇല്ല, തടസ്സമില്ല. ഇനി മറ്റൊരു കാരണം, കാലം ചെയ്ത അഭ്യുന്നതനായ ഡോക്ടർ പൗലോസ് മാർ അഥാനാസിസ് തിരുമനസ്സുകൊണ്ട് എഴുതിയിട്ടുള്ള ആണ്ടടക്കമുള്ള പ്രസംഗങ്ങൾ എന്ന പുസ്തകത്തിൽ 63-ാം പേജിൽ വിവാഹ നിശ്ചയം, വിരുന്ന് മുതലായ കാര്യങ്ങൾ നോമ്പിൽ നടത്തരുത്. നോമ്പിലെ വിവാഹ നിശ്ചയം, വിരുന്ന് മുതലായ കാര്യങ്ങൾ നടത്തരുത്. അതിന് കാരണം അദ്ദേഹം പറയുന്നത്, നോമ്പ് നോക്കുന്നവർ സ്വർഗത്തിലാണ്. അവിടെ വിവാഹ ആലോചനയും വിവാഹവും ഒന്നുമില്ല. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ മുക്കുന്നതിൽ എന്താ തടസ്സമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മാമോദീസ ഒരു കല്യാണമാണ്. മാമോദീസ കല്യാണം എന്ന് പറയും. അപ്പം മണവാളിനെവിടെയാ, മണവാട്ടി എവിടെയാ? ക്രിസ്തുവാകുന്ന മണവാളന്റെ സഭയാകുന്ന മണവാട്ടിയോട് ചേരുന്ന ദിവസമാണ്, അല്ലെങ്കിൽ മണവാട്ടി സഭയിലെ അംഗങ്ങളാകുന്ന ദിവസമാണ് ഈ മാമോദീസ മുങ്ങുന്ന ദിവസം. കൊച്ചുകുട്ടിയായാലും വലിയ ആളായാലും. അപ്പോൾ ക്രിസ്തു മണവാളൻ, സഭ മണവാട്ടി. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മണവാട്ടിയാണ്. സഭയാണ് മണവാട്ടി. അപ്പോൾ അതൊരു കല്യാണമല്ലേ, അതിന് വിരുന്ന് പാടുണ്ടോ? കാര്യം ഇപ്പോൾ വീട്ടിൽ നോമ്പിൻ്റെ ഭക്ഷണം ഒന്നാലും പാടില്ല, ശരിയാവില്ല. കാരണം വിവാഹ നിശ്ചയം പാടില്ല എന്ന് പറയുന്നുണ്ട്. വിവാഹ നിശ്ചയവും പാടില്ല, വിവാഹവും പാടില്ല. അപ്പോൾ മാമോദീസ ഒരു വിവാഹമാണ്, സഭയോട് ചേരുന്ന, സഭയുടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ മണവാട്ടിയായി തീരുന്ന സംഭവമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടും കൂടി മാമോദീസ നടത്താൻ പാടില്ല. സഭയുടെ തലവൻ യേശുവാണ്. ആ തലയാകുന്ന യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. മാമോദീസ പോലെ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീരാണ് നമ്മൾ. യേശു തലയാകുന്ന മൗലിക ശരീരമാണത്. അപ്പോൾ ആ സഭയിലെ അംഗമായി അല്ലെങ്കിൽ മണവാട്ടിയായി തീരാൻ, ആ മണവാട്ടി സഭയിൽ ഒരു അംഗമാകാൻ ആകുന്നതാണ് മാമോദീസ. അതൊരു കല്യാണമാണ്. അപ്പോൾ അതൊരു വിരുന്നാണ്, അല്ലെങ്കിൽ വിവാഹ നിശ്ചയമാണ്, വിവാഹം തന്നെയാണ്. അത് നടത്താൻ പാടില്ല. അതിന് ഞങ്ങൾ പച്ചക്കറി എടുക്കണമെന്നുകൊണ്ട് കാര്യമില്ല, ആഘോഷം പാടില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയും വിവാഹം നടത്താൻ പാടില്ല. ഇതൊക്കെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു സംഭവം ഞാൻ വലിയച്ഛന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് തെളിവൊന്നും തരാൻ സാധിക്കില്ല. വലിയ നോമ്പില് 2-ാമത്തെ ശനിയാഴ്ച വരെ മാമോദീസ മുക്കാം. വലിയ നോമ്പില് ആദ്യത്തെ ശനിയാഴ്ച കുത്തിരി ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച, 2-ാമത്തെ ശനിയാഴ്ച ഗർഭോ ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച. അപ്പോൾ കുത്തിനയിലെ ആദ്യത്തെ ശനിയാഴ്ചയും ഗർഭോ ഞായറാഴ്ചയും ഗർഭോ വരുന്ന ശനിയാഴ്ചയും മാമോദീസ മുക്കാം എന്ന് പറയുന്നു. അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത്, വലിയ നോമ്പിലെ ഓരോ ഞായറാഴ്ചത്തെ വായനയും ഓരോ കൂതാശകളെ സൂചിപ്പിക്കുന്നു എന്നാണ് പിതാക്കന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഞാനതൊരു പുസ്തകത്തിൽ വായിച്ചതുമാണ്. പക്ഷേ പുസ്തകം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, വളരെ കൊല്ലങ്ങൾ മുമ്പ് വായിച്ചത്. അപ്പോൾ അതിൽ പറയുന്നത് കൊത്തിരി ഞായറാഴ്ച വെള്ളം വീഞ്ഞാക്കിയ സംഭവമാണ്. അത് കല്യാണത്തോട് ഒപ്പിക്കാം, മാമോദീസായോടും ഒപ്പിക്കാം.
പക്ഷെ മാമോദിസയാണ് കൂടുതൽ അതിന് യോജിപ്പ് വരുന്നത്. അപ്പം മാമോദിസയെ സൂചിപ്പിക്കുന്ന വേദഭാഗം ആ ആഴ്ചയിൽ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏവെങ്കിലും വായിക്കുന്നുണ്ട്. ആ ആഴ്ച, ആ ശനിയാഴ്ച മാമോദിസ മുക്കാം. ഞായറാഴ്ച അല്ലെങ്കിലും മുക്കാമല്ലോ, കുഴപ്പമില്ല. കാരണം സന്ധ്യ മുതലല്ലേ നോമ്പ് ആരംഭിക്കുന്നു. പിന്നെ ഗർഭ ഞായറാഴ്ച ആ കുഷ്ഠരോഗി വന്ന കർത്താവിൻ്റെ അടുക്കൽ വന്ന് കുമ്പിട്ട് എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ, സൗഖ്യമാക്കാനെന്നല്ല പറയും, എന്നെ ശുദ്ധനാക്കണം. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വീട്ടിലൊക്കെ പോകാനുള്ള ശുദ്ധത തരണം, അതിൽ ശുദ്ധി തരണം. കർത്താവ് ഒന്നും ആലോചിച്ചില്ല, അവനെ തൊട്ടു നീ ശുദ്ധമാകാൻ പറഞ്ഞു. ശുദ്ധമാകുന്ന വെച്ചാൽ വെടിപ്പാകുക എന്നർത്ഥം. അവനെ നീയും എൻ്റെ സൃഷ്ടിയല്ലേ, ഞാൻ നിന്നെ തൊട്ടില്ല, പിന്നെ ആരാ നിന്നെ തൊടണേ? ഞാൻ നിന്നെ സുഖമാക്കിയില്ലെങ്കിൽ ആരാ പിന്നെ നിന്നെ സുഖമാക്കണേ? നീ എൻ്റെ ഓമനപുത്രനല്ലേ, എനിക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റുമോ? അവനെ തൊട്ട് സൗഖ്യമാക്കി. അത് വിശുദ്ധ മോറോനോ സൂചിപ്പിക്കുന്നു എന്നാണ് ആ വ്യാഖ്യാനം ഞാൻ വായിച്ചു. മോറോൻ എന്ന കൂദാശയെ സൂചിപ്പിക്കുന്നതാണ്. കാരണം മോറോൻ കൊണ്ട് ശരീരമാസകലം പുരട്ടാണ്. മോറോൻ എന്ന് പറയുന്നത് പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. പക്ഷെ അത് പുരട്ടി കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ റൂഹ കൊണ്ട് ആ കുട്ടി നിറഞ്ഞു, അവൻ്റെ ശരീരം മുഴുവൻ നിറഞ്ഞു. ആത്മാവിൽ നമ്മൾ മുദ്ര കുത്തുന്നുണ്ട്. നെറ്റിയിലൊക്കെ 3 പ്രാവശ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ മുദ്ര കുത്തുന്നുണ്ട്. ആ മുദ്ര കുത്തുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. മോറോൻ കൊണ്ട് ശരീരം പൂശുമ്പോൾ ശരീരത്തെയും അത് പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഗർഭ ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചയും മാമോദിസ മുക്കാം എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളതും. അപ്പോൾ കൊത്തിനെ മുക്കാം, കൊത്തിനെ കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച, ഗർഭ ഞായറാഴ്ച, കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച, ഈ 3 ദിവസങ്ങളിൽ വലിയ നോമ്പ് കാലത്ത് മാമോദിസ മുക്കുവാൻ പാടുള്ളൂ. അതൊരു എക്സെപ്ഷനായിട്ട് ഞാനൊരു വ്യാഖ്യാന പുസ്തകത്തിൽ വായിച്ചാണ് വലിയച്ഛന്മാർ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. തെളിവൊന്നും തരാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല. ചിലർ പറയും പാതിനോമ്പ് വരും. പാതിനോമ്പിന് എന്താ പ്രത്യേകത? പാതിനോമ്പിന് ഒരു പ്രത്യേകതയില്ല. ഇസ്രായേൽ മക്കള് അവരുടെ മരുഭൂമി യാത്രയ്ക്ക് ഏകദേശം പകുതി വഴി എന്നപ്പോൾ അഗ്നിസർപ്പങ്ങൾ കടിക്കാൻ വന്നു. പലരും കടിച്ചു, പലരും മരിച്ചു വീണു. മോശയോട് ഞാൻ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ മധ്യസ്ഥ പ്രാർത്ഥന കൊള്ളാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കൂല. ഞങ്ങൾ ഇതുവരെ വെറുക്കായിരുന്നു യഹോവയ്ക്കെതിരായിട്ടേ. വെള്ളമില്ല, മാംസമില്ല, ഇറച്ചിയില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു, ആഹാരമില്ല എന്നൊക്കെ പറഞ്ഞ് വെറുക്കുക. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കൂല, അതിൻ്റെ ശിക്ഷയായിരിക്കണം ഇത് അവർ തോന്നുക. മോശ പ്രാർത്ഥിച്ചു, പിച്ചളുകൊണ്ട് സർപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ പിച്ചള സർപ്പത്തിൽ നോക്കിയാൽ രക്ഷ പ്രാപിക്കുന്നു. ആ പിച്ചള സർപ്പത്തെ കർത്താവിനോടാണ് ഉപമിക്കുന്നത്. ആ പിച്ചള സർപ്പം ക്രൂശിത രൂപമായിട്ട് നമ്മൾ കാണാം. കാരണം ക്രൂശ് മൂലമാണല്ലോ നമുക്ക് രക്ഷയുണ്ടായത്. കർത്താവ് ക്രൂശിൽ തൂങ്ങി തന്നെ മരിക്കണമെന്ന പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു. പിതാവിൻ്റെ നേരത്തെയുള്ള നിശ്ചയമാണത്. പല പെന്തക്കോസ്തുകാരും പറയുന്നതിനെ കുരിശ് തൂങ്ങി മരിച്ചാൽ അതുകൊണ്ടല്ലേ കുരിശ് നിങ്ങൾ എടുത്തുകൊണ്ട് നടക്കണം, കട്ടിൽ കിടന്ന മരിച്ചേക്ക് നിങ്ങൾ കട്ടിലെടുത്തുകൊണ്ട് പോവോ? ഒക്കെ നിരർത്ഥകമായ ചോദ്യങ്ങളാണ്. 34:15 വായിക്കുമ്പോൾ നമുക്കറിയാം, കായൻ പറഞ്ഞു, അയ്യോ ഞാൻ ഹാവേലിനെ കൊന്നുപോയി, ഇനി എന്നെ ആരെങ്കിലും കണ്ട അവരെന്നെ കൊല്ലും, ഒരു സംശയമില്ല, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആരും നിന്നെ കൊല്ലാതിരിക്കേണ്ടതിന് ഈ അടയാളം ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നെറ്റിയിൽ താവ്, എബ്രായ ഭാഷയിൽ താവെന്ന് അക്ഷരം എഴുതി കൊടുത്തു. അത് കുരിശ് രൂപത്തിലാണ്. അപ്പം ആ കുരിശ് പിതാവ് നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം ആ കുരിശ് തൂക്കിയേ മരിക്കും. തൂക്കി
ക്രൂശിക്കപ്പെട്ടവനെ എന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. തൂങ്ങി എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് വരെ തോന്നിപ്പോകും. അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. അപ്പൊ അതാണ് കുറച്ചുകൂടെ ആപ്റ്റ വാക്ക്. കുരിശ് തൂങ്ങിയവനല്ല, കുരിശ് തൂക്കപ്പെട്ടവനെന്നല്ല, ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ നോമ്പിൽ ഈ 3 ദിവസങ്ങളിലല്ലാതെ വിശുദ്ധ മാമോദിസ നടത്തുവാൻ പാടില്ലാത്തതാണ്. എനിക്കത്രേ പറയാറുള്ളൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.